സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിലുണ്ടാകുന്ന മുണ്ടിനീര് നിയന്ത്രിക്കാനാകുന്നില്ല. ഈ വർഷം രോഗം ബാധിച്ചത് 23,000-ലേറെ കുട്ടികൾക്കാണ്. ഈ മാസം 600ഓളം കുട്ടികൾ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ആശുപത്രി വഴിയുള്ള സൗജന്യ വാക്സിൻ നിർത്തിയതാണ് രോഗവ്യാപനത്തിന് കാരണമായി ആരോഗ്യമേഖലയിലുള്ളവർ പറയുന്നത്. കഴിഞ്ഞ വർഷം 70,000-ലേറെ പേർക്ക് രോഗം ബാധിച്ചിരുന്നു. ഇതേ തുടർന്ന് സൗജന്യ വാക്സിൻ വീണ്ടും കൊടുക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല. സ്വന്തം നിലയ്ക്ക് വാക്സിൻ എത്തിക്കാൻ സംസ്ഥാനവും തയ്യാറായിട്ടില്ല. അതിനാൽ തന്നെ ഇക്കൊല്ലവും കൂടുതൽ കുട്ടികളെ രോഗം ബാധിക്കുന്ന സ്ഥിതിയാണ്. അഞ്ചാം പനി, മുണ്ടിനീര്, റുബല്ല എന്നിവ പ്രതിരോധിക്കാൻ സർക്കാർ ആശുപത്രികൾ വഴി നേരത്തെ MMR വാക്സിൻ സൗജന്യമായി നൽകിയിരുന്നു. എന്നാൽ 2017 മുതൽ സാർവത്രിക വാക്സിനേഷൻ പട്ടികയിൽ നിന്ന് കേന്ദ്രം ഇത് നീക്കി. പകരം മിസിൽസ്, റുബല്ല എന്നിവ പ്രതിരോധിക്കാനുള്ള MR വാക്സിൻ മാത്രമാക്കി. മുണ്ടിനീര് ഗുരുതര രോഗമല്ലെന്നും വാക്സിന് 100% പ്രതിരോധശേഷി ഇല്ലെന്നും വിലയിരുത്തിയായിരുന്നു ഈ നടപടി. അതിനുശേഷമാണ് മുണ്ടിനീര് രോഗം വ്യാപകമായത്. അങ്കനവാടി, സ്കൂൾ കുട്ടികളിൽ അടുത്തിടെ രോഗം വളരെയേറെ വ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ 30 അങ്കനവാടികളും 8 സ്കൂളുകളും അടച്ചിട്ടു. രോഗം നിയന്ത്രിക്കാൻ കഴിയാത്തതിനാൽ കൂടുതൽ സ്കൂളുകൾ അടച്ചിടേണ്ട സ്ഥിതിയാണ്. വായുവിലൂടെ പകരുന്ന മുണ്ടിനീര് സാധാരണ മാരകമാകാറില്ല. കേൾവി തകരാർ, ഭാവിയിൽ പ്രത്യുൽപാദന തകരാർ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. തലച്ചോറിനെ ബാധിച്ചാൽ ഗുരുതരമായ മസ്തിഷ്ക ജ്വരമായി മാറാം. പാരാമിക്സോ വൈറസ് ആണ് രോഗം പരത്തുന്നത്. മുണ്ടിനീര് പ്രതിരോധത്തിന് വാക്സിൻ എടുക്കലാണ് ഫലപ്രദമായ മാർഗം. സർക്കാർ ആശുപത്രികളിലൂടെ സൗജന്യമായി അത് ഉറപ്പാക്കിയാൽ മാത്രമേ സാധാരണക്കാരായ കുട്ടികൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ.